me Verina Joby. Welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ദോശയുടെ റെസിപ്പിയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ദോശ വീട്ടിലുണ്ടാക്കി കഴിയുമ്പോൾ മാവ് ആവശ്യത്തിന് പൊങ്ങി വരാറില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ദോശ റെസ്റ്റോറൻറ്റിലെ പോലെ ഒന്നും ചുട്ടെടുക്കാൻ പറ്റാറില്ല. ഇതിൻ്റെയൊക്കെ പ്രധാന ഒരു കാരണം നമ്മൾ എടുക്കുന്ന അരിയുടെ ഉഴുന്നിൻ്റെ ഒക്കെ അളവിൻ്റെ പ്രിപ്പോർഷൻസ് കറക്റ്റ് അല്ലാതിരിക്കലാണ്. അപ്പം ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് പറഞ്ഞുതരാം. ആ ഒരു മെഷർമെൻറ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മാവ് നന്നായിട്ട് പൊങ്ങി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല റെസ്റ്റോറൻറ്റിലെ പോലെ കിടിലൻ ദോശ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ദോശ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളുടെ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് 1 കപ്പ് പച്ചരി വേണം, 1/2 കപ്പ് ഉഴുന്ന് വേണം, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ വേണം, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ദോശ റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ അരിയും ഉഴുന്നൊക്കെ അളന്നിരിക്കുന്നത് മെഷറിംഗ് കപ്പിലാണ്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരി, 1/2 ഗ്ലാസ് ഉഴുന്ന്, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, ഈ ഒരു മെഷർമെന്റിൽ എടുത്താൽ മതി. പിന്നെ നമുക്കിതൊരു 6 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. 6 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ ഉഴുന്നും പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയി വന്നോളും. അപ്പം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിന് കുതിർത്തിയിടാൻ പോവാണ്. ഞാനിതെല്ലാം കൂടി ഒരുമിച്ചാണ് കുതിർത്തിയിടുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുമിച്ച് കുതിർത്തിയിട്ടെന്ന് വെച്ചാൽ യാതൊരുവിധ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പം ഞാനിത് കുതിർത്തി വെക്കാൻ പോവാണ്. അപ്പോൾ പച്ചരിയും ഉഴുന്നും ഉലുവയും ഒക്കെ കൂടെ ഞാൻ 6 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കുതിർത്തിടുന്നേക്കാൻ മുന്നേ നന്നായിട്ട് അരിയും ഉഴുന്നും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളം തന്നെ യൂസ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ആ വെള്ളം കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പം ഞാനിത് നല്ല സ്മൂത്തായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ എല്ലാം കൂടെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ടായിരിക്കുന്നത്. പക്ഷെ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഇത്രയും കൺസിസ്റ്റൻസി പാടില്ല, കുറച്ച് ലൂസായിട്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത ജാറിൽ ഒരല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൺസിസ്റ്റൻസി നോക്കാം. ഇപ്പൊ കണ്ടോ, ബാറ്റർ അത്യാവശ്യം നല്ല ലൂസായിട്ടുണ്ട്. നമുക്കിത് ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് പൊങ്ങാൻ വേണ്ടി എടുത്തു വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 8 hours എങ്കിലും നിങ്ങൾ എടുത്തു വെക്കണം. ഞാൻ ഓവർനൈറ്റ് ആണ് വെക്കാറ്. ഇപ്പം ഞാൻ ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. തലേദിവസം രാത്രി റെഡിയാക്കി വെച്ചിട്ട് രാവിലത്തേക്ക് ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓവർനൈറ്റ് എടുത്ത് വെക്കും. അപ്പം നമുക്കിനി ഒരു 8 hours നമ്മുടെ മാവ് എടുത്തു വെക്കാം. ഞാനിത് മൂടി വെക്കുകയാണ്. അപ്പം നേരം വെളുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെയായി. അപ്പം ഞാനിത് തുറന്നു നോക്കാണ്. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബബിൾസ് എൻ്റെ ഇത് കാണാൻ പറ്റും. ഇന്നലത്തേക്കാളും കുറച്ചും കൂടി കട്ടിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഉപ്പുണ്ടോയെന്ന് ഉപ്പിൻ്റെ ലെവലൊന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ദോശ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടാകുമ്പോൾ നമുക്ക് ബാറ്റർ വെച്ച് നമ്മുടെ ദോശ റെഡിയാക്കി എടുക്കാം. ഇനി അതോട്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്രമാത്രം വലുപ്പമുള്ള ദോശയാണ് വേണ്ടത് അതനുസരിച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതനുസരിച്ച് പരത്തി കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ 2 തവി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 40 സെക്കൻഡ് 50 സെക്കൻഡ് ഒക്കെ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ ദോശ നന്നായിട്ട് വെന്ത് വരും. ഇനി നല്ല മുരിഞ്ഞ ദോശ വേണം എന്നുള്ളവർ ആ സൈഡ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മുരിഞ്ഞ ദോശ വേണമെങ്കിൽ മുരിഞ്ഞ ദോശ എടുക്കാം. അല്ല, മുരിഞ്ഞ ദോശ വേണ്ടെങ്കിൽ നമുക്ക് അതിനു മുമ്പ് തന്നെ നമ്മുടെ ദോശ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.
അപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശയുടെ ഉള്ളിലൊക്കെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കാണാൻ പറ്റും. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാൻ പോവാണ്. ഒട്ടും ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, നന്നായിട്ട് പെട്ടെന്ന് തന്നെ വരും. ഞാൻ എൻ്റെ അടിയൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല ക്രിസ്പിയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ക്രിസ്പി ആവണമെങ്കിൽ കുറച്ചും കൂടി നേരിട്ട് വേവിച്ചാൽ മതി. അപ്പം ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റാണ്. നല്ല റെസ്റ്റോറൻറ്റിലെ പോലെ തന്നെ നല്ല അടിപൊളി ദോശയാണ്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം. ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ദോശയുടെ മുഖത്തൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നേരത്തേക്കായും കുറച്ചും കൂടി ഞാൻ ക്രിസ്പി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം നേരത്തേക്കായും ബ്രൗൺ കളർ ഇതിന് കുറച്ചും കൂടി കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ബ്രൗൺ കളർ ആക്കുക. അപ്പോൾ ഇതേ ഞാൻ വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെഷർമെൻറ്റ് വെച്ച് വീട്ടിൽ ദോശ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലെ പോലെ തന്നെ നല്ല അടിപൊളി ദോശ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. സോഫ്റ്റ് ദോശ വേണ്ടവർക്ക് സോഫ്റ്റ് ദോശയും, ക്രിസ്പി ആയിട്ടുള്ളവർക്ക് ക്രിസ്പിയും, ഗീ റോസ്റ്റ് ചെയ്യാനുള്ളവർക്ക് ഗീ റോസ്റ്റും എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.